നമസ്കാരം. ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ എല്ലാം കുറ്റക്കാരല്ല എന്നാണ് CPIM-ന്റെ വിധി. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടെങ്കിലും കുഞ്ഞനന്ദൻ, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ് എന്നിവർ നിഷ്കളങ്കരാണെന്ന് കണ്ടെത്തി അപ്പീല് പോകാൻ പാർട്ടി തീരുമാനിച്ചു. അവരുടെ പേരിലാണ് അപ്പീല് പോകുന്നതെങ്കിലും കൊടിസുനി, കിർമാണി ആദി സഖാക്കൾക്കും ആ ബസ്സിൽ കയറിപ്പറ്റാം. എന്തായാലും ജയിലിൽ ജീവപര്യന്തം കൊട്ടേഷൻ സംഘത്തിന് സുഖവാസവും നടത്താം. വധശിക്ഷ കിട്ടാത്തതിൽ പാർട്ടിയും സന്തുഷ്ടരായി. ഞങ്ങളുടെ പാർട്ടി സഖാക്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവർ നിരപരാധികളാണ്. പാർട്ടിക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള ബാധ്യതയും ഇല്ലാത്തതാണ്. കൊലയാളി സംഘത്തിൽപ്പെട്ടവരെയും ഗൂഢാലോചനക്കാരെയും ഒരുപോലെ ശിക്ഷിച്ച വേറെ ഏതെങ്കിലും ഒരു കേസ് പറഞ്ഞു. എന്തേ? ഞാൻ അതിനെപ്പറ്റി പറയാനാണല്ല. എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തേ ഇതൊക്കെ എന്താ ചിരിക്കുന്നു? ഇനി ജീവപര്യന്തത്തിനെതിരായ അപ്പീലിന്റെ നാളുകളാണ്. അപ്പീൽ വണ്ടി കുഞ്ഞനന്ദൻ അടക്കമുള്ള 3 സഖാക്കൾക്ക് മാത്രമായി മേൽക്കോടതിയിലേക്ക് ഉടൻ പുറപ്പെടുന്നതാണ്. ചോദിക്കാനും പറയാനുമൊന്നും നിൽക്കാതെ കൊടിസുനി, കിർമാണികൾക്കും കയറിപ്പറ്റുകയും ചെയ്യാം. എന്തായാലും ഇടതുപക്ഷ വിരുദ്ധർക്ക് ഒഴികെ ബാക്കി പൊതുജനത്തിന് എല്ലാം കോടതി വിധിയോടെ പാർട്ടിയുടെ നിരപരാധിത്വം ബോധ്യമായി കഴിഞ്ഞതായി EP ജയരാജന്റെ നേതൃത്വത്തിൽ ജയരാജന്മാർ പ്രഖ്യാപിച്ചു. പാർട്ടി സഖാക്കൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സഖാക്കളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കോടതിയുടെ വിധിന്യായങ്ങൾ എല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും. ഈ കേസിൻ്റെ വിധിന്യായം വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാലും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാലും ഈ 3 സഖാക്കളും നിരപരാധികളാണെന്ന് ബോധ്യപ്പെടുന്നതാണ്. കുഞ്ഞനന്ദൻ്റെ വീട്ടിലേക്ക് 2 പേര് നടന്നു പോകുന്നത് കണ്ടു. അവർ കുഞ്ഞനന്ദനെ കണ്ടോ ഇല്ലയോ കാര്യങ്ങളൊന്നും ഒരു തെളിവുമില്ല. അതാണ് കുഞ്ഞനന്ദൻ്റെ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള കാര്യം. ഇതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കണ്ടു എന്നുള്ളതാണ് മറ്റൊന്നും. ഇതൊന്നും എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. കോടതി ഈ വിധി ന്യായമായും അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ മറ്റു നടപടികൾ ആ നിരപരാധിത്വം ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പാർട്ടി ശത്രുക്കളല്ലാത്തവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി ആക്രമിക്കാൻ നടക്കുന്നവർക്ക് മാത്രമേ ഇത് ബോധ്യപ്പെടാതുള്ളൂ. അത്തരത്തിലുള്ള കേസിൽ ഇനിയുള്ള സഖാക്കളുടെ നിരപരാധിത്വം തെളിയും. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ 12 ആളെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുഞ്ഞനന്ദനുണ്ട്, മനോജുണ്ട്, പിന്നെ രാമേന്ദ്രൻ. ഈ 3 സഖാക്കളുടെ കാര്യങ്ങളാണല്ലോ നിങ്ങളും ചോദിക്കുന്നത്, ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം ചോദിച്ചാൽ അത് അവരോട് ചോദിച്ചാൽ പോരെ. കൊട്ടേഷൻകാരെ ഗൂഢാലോചനക്കാർ രക്ഷിക്കട്ടെ. ജയരാജന്റെ മനസ്സിലുള്ളതു തന്നെയാണ് അതിൻ്റെ ശരി. എന്നിട്ടും പാർട്ടിക്കാരെ കുറ്റക്കാരായി കണ്ടെത്തിയാൽ പുറത്താക്കുമോ? ഈ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. പാർട്ടി നടത്തുന്ന അന്വേഷണത്തിൽ കൊട്ടേഷൻ സംഘമാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തുകയും നേതാക്കളെ വെറുതെ വിടുകയും ചെയ്യും. അപ്പോൾ പിന്നെ പുറത്താക്കുന്നത് എന്തിന്? സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ CPM-നെ വേട്ടയാടാം എന്നൊരു പരീക്ഷണം നടത്തിയൊരു കേസായിരുന്നു ഈ ചന്ദ്രശേഖരൻ വധക്കേസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അവർ ഉന്നയിച്ചിരിക്കുന്ന CPM വിരുദ്ധ പ്രചരണങ്ങളെല്ലാം തന്നെ അതിൻ്റെ മുനയൊടിക്കുന്ന വിധത്തിലുള്ള വിധിന്യായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കോടതിയുടെ ശിക്ഷാവിധിയും വ്യക്തമാക്കുന്നത്. 3 CPM പ്രവർത്തകർക്ക് ഉൾപ്പെടെയാണ് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. അല്ലാതെ 302-ൽ കുറ്റക്കാരാണെന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും കോടതി ജീവപര്യന്തം തടവാണ് സാധാരണഗതിയിൽ വിധിക്കാറ്. അപ്പോൾ അവർക്ക് ഇതിൽ പങ്കില്ല എന്നാണ് എപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അവർക്ക് പങ്കില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നത് സംഭവത്തിൽ പങ്കെടുത്തവരെ മാത്രമായിരിക്കില്ല. സംഭവവുമായി ബന്ധമില്ലാത്ത എത്രയോ ആളുകൾ നാട്ടിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെയുള്ള കേസുകൾ ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള തെളിവുകളെയും മറ്റും വെച്ചുകൊണ്ട് കോടതി വിധിച്ചു. അപ്പോൾ ഉപരിക്കോടതിയിൽ അത് സംബന്ധിച്ച് അപ്പീൽ കൊടുക്കും. വിധി വന്ന പശ്ചാത്തലത്തിൽ അവർക്കെതിരെയുള്ള പാർട്ടിപരമായ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? അല്ല, ഇതുകൊണ്ട് മാത്രം പാർട്ടി എന്നുള്ള നിലയിൽ ഒരു തീരുമാനമെടുക്കാനായിട്ടില്ല. പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും പരിശോധിക്കും, ഈ കോടതി വിധിയും പരിശോധിക്കും, ഉപരിക്കോടതിയുടെ മുമ്പിൽ ഇത് സംബന്ധിച്ച് കൊടുക്കും. ഇപ്പോൾ അന്വേഷണം തന്നെ ഇനിയും നടക്കാൻ പോകുന്നു എന്നല്ലേ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ അന്വേഷണവും വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. അവർക്കെതിരെ ഒരു നടപടിയും പാർട്ടിക്ക് അല്ല, ഇപ്പോൾ പാർട്ടി അതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ല. ഈ കോടതി വിധി പാർട്ടി പരിശോധിക്കും. മറ്റ് ഉപരിക്കോടതിയിൽ സംബന്ധിച്ച് അന്യായം കൊടുക്കുന്ന കാര്യം ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. പാർട്ടിയെ മുമ്പിൽ ഇത് സംബന്ധിച്ച് യാതൊരു കാര്യവും ഇതുവരെ തെളിവായിട്ട് വന്നിട്ടില്ല. അത് അന്വേഷണം നടത്തുന്ന പാർട്ടി അത് സംബന്ധിച്ച് പരിശോധിച്ച് നിലപാടെടുക്കും. പാർട്ടി നിരപരാധിത്വമൊക്കെ തെളിയിച്ചു കഴിഞ്ഞതിനാൽ ഇനി കോൺഗ്രസിലെ നിരപരാധികളുടെ കണക്കെടുക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യഥാർത്ഥ നിരപരാധി. വകുപ്പ് കയ്യിൽ നിന്ന് പോയിട്ടും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലാണ് ഇപ്പോഴും തിരുവഞ്ചൂരിൻ്റെ നടപ്പ്. TP വിധി വന്നയുടനെ ആഗോള ശത്രു കെ സുധാകരനെതിരെ തൻ്റെ മഹത്വം വിളമ്പി തിരുവഞ്ചൂർ പ്രതികാരം തീർത്തു. കഴിഞ്ഞ തവണ സതീദേവിക്ക് വേണ്ടി TP ചന്ദ്രശേഖരനുമായുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ ജയരാജൻ ഒരുപാട് പാടുപെട്ടു. ബിഫോർ ഇലക്ഷൻ ഒരു സെറ്റിൽമെന്റിലേക്ക് ചന്ദ്രശേഖരനെ കൊണ്ടുപോകാൻ ജയരാജനെ ഉത്തരവാദപ്പെടുത്തി ജയരാജൻ നിരവധി തവണ TP ചന്ദ്രശേഖരനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചർച്ചയ്ക്ക് പോലും ചന്ദ്രശേഖരൻ പോയിട്ടില്ല. അതിനുശേഷം സാക്ഷാൽ പിണറായി വിജയൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ ചർച്ചയ്ക്ക് പോയിട്ടില്ല. ചന്ദ്രശേഖരന്റെ കൊലപാതകം ഈ പ്രതികാരത്തിൽ നിന്നുള്ളതാണ്. ജയരാജന്റെയും പിണറായി വിജയന്റെയും പ്രതികാര രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകം. അപ്പോ ഒരു കൊലപാതകത്തിന്റെ ഗൂഢാലോചന അവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നർത്ഥം. ഇവിടെ വെച്ച് ചന്ദ്രശേഖരന്റെ ഗൂഢാലോചന കേസിന്റെ അന്വേഷണം ആരംഭിക്കണം. അല്ല, അത് കുഴപ്പമില്ല, അവർക്ക് തെളിവ് കൊടുത്താൽ മതിയല്ല. അവർ ഗൂഢാലോചനയെക്കുറിച്ച് അറിവുണ്ടായിരുന്ന എല്ലാ ആളുകളും കൃത്യമായി തെളിവ് കൊടുത്തിരുന്നെങ്കിൽ അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി എളുപ്പത്തിൽ പോകാൻ പറ്റുമായിരുന്നു. അവരതിനുള്ള തെളിവ് കൊടുത്താൽ മതി. തെളിവ് അവർ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ അവർ തെളിവ് തമസ്കരിക്കുന്നതിന് വേണ്ടിയോ ശ്രമിക്കാതിരുന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ പോകുമായിരുന്നു. ചന്ദ്രശേഖരൻ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്ന് എല്ലാ ആളുകളും പറയുമ്പോൾ ആ ഗൂഢാലോചന ആരംഭിക്കുന്നത് ഇവിടം വെച്ചാണ്. ഇപ്പം അവരെന്ത് പറയുന്നു? 11 ആളുകളെ ജീവപര്യന്തം ഇവിടം വെച്ച് ഇതിന്റെ അന്വേഷണം ആരംഭിക്കണം. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, എന്തിനാണ് ഇതിന്റെ ഒരു ഇത് എന്നത് എനിക്കറിയില്ല. അതിനെപ്പറ്റി അവരോട് ചോദിക്കണം. ആ പ്രദേശത്ത് നടന്ന കൊലപാതകത്തിൽ 15 ആളുകളെ ജീവപര്യന്തം ശിക്ഷിച്ച കൊലയാളി സംഘത്തിൽപ്പെട്ടവരെയും ഗൂഢാലോചനക്കാരെയും ഒരുപോലെ ശിക്ഷിച്ച വേറെ ഏതെങ്കിലും ഒരു കേസ് പറ. അത് അപ്പണിക്ക് വേറെയാണ് നോക്കണം. ഒറ്റ കേസ് നമ്മളെ എന്താണ് ഇല്ല, ഒറ്റ കേസായി. വെറുതെ മഹത്വം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. അറിയില്ല. ഞാൻ പറയും, വെറുതെ വീരവാദം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരൊറ്റ കേസ് പറ. വിധി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുവോ? കുറ്റപറ്റി അന്വേഷണം നടന്നത് നിങ്ങൾ എഴുതുവോ? ഒറ്റ കേസ്. എന്താ പ്രതികരിക്കാത്തത് നിങ്ങൾ? 55 കൊലപാതകം വന്നപ്പോൾ കണ്ണടച്ചു നിന്ന ആളുകൾ 56ാം കൊലപാതകത്തിൽ ഇത്രയും ശിക്ഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞാൽ അതിനെന്ത് വലിയ ആളുകൾ കൊടുക്കുക? ഞങ്ങളെല്ലാം അന്ന് മുതലേ പറയുന്നു, മാധ്യമങ്ങളെല്ലാം അന്ന് മുതൽ ആവശ്യപ്പെടുന്നു, ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭന്മാരെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒന്നുമില്ലാതെ ഒരു ഉറക്കമാണെന്ന് വന്നിട്ട് അഭിപ്രായം തട്ടിവിട്ടാൽ കാര്യം ശരിയാവും. അതും ഈ പറയുന്ന രണ്ടാം ഘട്ടത്തിന്റെ അന്വേഷണവും തമ്മിൽ ഒരു ബന്ധവും ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അതല്ല, എന്താ എനിക്ക് മനസ്സിലായില്ല. രണ്ടാം ഘട്ടം അന്വേഷണം വേണമെന്ന് രമ അന്ന് മുതലേ പറയുന്നു. എന്നല്ലല്ലോ, ശിക്ഷിക്കപ്പെട്ടു, തെളിയിക്കപ്പെട്ടു. മറ്റുള്ളതുണ്ടെങ്കിൽ തെളിവ് കൊടുത്തോളാം. തെറ്റായിരുന്നു എന്ന് അന്നും പറയുന്നു, ഇന്നും പറയുന്നു. അത് തെറ്റായിരുന്നു ആ തീരുമാനം. ആര് പറഞ്ഞാലും ആ തീരുമാനം തെറ്റാണ്. ഇതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അവരെ പ്രോസിക്യൂഷനെയോ കേസിൽ അന്വേഷകരെയോ സംഘത്തെയോ സഹായിക്കുന്നതിന് പകരം ഒന്നും ചെയ്യാതെ വരമ്പത്ത് മുണ്ടിയിരിക്കുന്ന പോലെ കണ്ണും അടച്ചിങ്ങനെ ഇരിക്കുകയാണ്, ഒരു മീൻ വരുമ്പോൾ കൊത്താൻ വേണ്ടി. അങ്ങനെ കാത്തിരിക്കുന്ന രാഷ്ട്രീയ കൗശലം എന്നുള്ളത് അതിനെന്ത് പേര് ആർക്ക് കൊടുക്കാൻ പറ്റും? അതൊരു കൗശലക്കാരൻ്റെ പണിയാണ്. അവരുടെ യുക്തം ഇത് പ്രതികരിക്കേണ്ടത് എന്റെ യുക്തം. അവർക്ക് അതാവാമെങ്കിൽ എനിക്ക് ഇതും ആവാം.
രാഷ്ട്രീയല്ലേ? രാഷ്ട്രീയ രംഗത്ത് ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി വി വിൽ റിയാക്ട്. മനസ്സിലാവും? അല്ല, ഈ അന്വേഷണ സംഘം നടത്തി ഒരു കേസിനെ കുറിച്ച് അത് കോടതി വന്നു. ആ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള പരിശ്രമം കറക്റ്റാണ് എന്ന് കോടതിയും കണ്ടെത്തി. അവർ ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. പോലീസുകാരുടെ കേസിന്റെ അകത്ത് മോശമല്ലാത്ത കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കേസ് അപൂർണമല്ലേ? കൊന്നവരെ മാത്രമല്ലേ കോടതിക്ക് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളൂ. കൊല്ലിച്ചവരെ കൊണ്ടുവരണ്ടേ? അത് കൊണ്ടുവരാത്തതാണ് എന്റെ അഭിപ്രായ വ്യത്യാസം. കോടതിയുടെ സർട്ടിഫിക്കറ്റിനേക്കാൾ അപ്പുറത്ത് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആരാ? ആ കോടതി തന്നെ പോലും പോകാത്ത ആളുകൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് എന്ത് വിലയാ കൊടുക്കാൻ പറ്റുക? ഗവൺമെന്റ് ഇതുവരെ അനുകൂലമോ പ്രതികൂലമോ ആയി പ്രതികരിച്ചിട്ടില്ല. ഞാൻ വളരെ ശക്തമായി ആഭ്യന്തര മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുകയാണ്. ഇല്ല, ഇതൊക്കെ പുറത്തു നിന്ന് അഭിപ്രായം പറയുന്നവരല്ലേ. ഒരാൾ കളിവെള്ളത്തിൽ പോകുമ്പോൾ കരയ്ക്ക് നിന്ന് കൈകൊട്ടുന്ന ഒരു റോളല്ലേ അതിനകത്തുള്ളൂ. അവരാരെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് തെളിവ് കൊടുക്കട്ടെ. എന്തേ തെളിവ് കൊടുക്കാത്തത്? തെളിവുണ്ടെങ്കിൽ തെളിവല്ലേ കൊടുക്കേണ്ടത്? തെളിവ് കൊടുക്കുന്നതിന് പകരം ഒരു പ്രസ്താവന ഇറക്കി നേരെ ഒരു ചാനലിൽ കൊടുത്താൽ മതിയോ? വാർത്താ സമ്മേളനത്തിലൂടെയും നേരിട്ടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അത് ആവർത്തിക്കുന്നു. അതല്ല, അവർക്ക് തെളിവുണ്ടെങ്കിൽ അവർ തെളിവ് കൊടുക്കണം. അവരുടെ ഉത്തരവ് ഒരു വ്യക്തി, ഒരു പൗരന് സാമാന്യമായുള്ള ചില ഡ്യൂട്ടിയുണ്ട്. എന്താ ഡ്യൂട്ടി? ഇതുപോലുള്ളൊരു കേസിനെ, ഇതുപോലല്ല ഏത് കേസിനെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ വന്നാൽ അത് അധികൃതരുടെ മുമ്പിൽ അത് തെളിവായിട്ട് കൊടുക്കുക. അത് കൊടുത്താൽ മതി. ഇനി ഗൂഢാലോചന കേസ് CBI അന്വേഷിക്കുമ്പോഴല്ലേ അപ്പോഴേക്കും P. മോഹനനും സംഘവും പാർട്ടിയുടെ ഉന്നത പദവികളിൽ എത്തിക്കാണും. ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം സർക്കാരിന് കൂടുകയേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ചെന്നിത്തല തിരുവഞ്ചൂർ എന്ന വ്യത്യാസമൊന്നും ഉണ്ടാകുകയുമില്ല. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് JSSന്റെ വിശേഷങ്ങൾ. അക്കരെ ഇക്കരെ കടത്തു തോണി